ഇതുപോലെ ബലാത്സംഗത്തിനും അതുപോലെ തന്നെ മറ്റു പലതിനും നിർബന്ധിതരായ നടിമാരുടെ പേര് പുറത്തു പറയാൻ പാടില്ല. അത് അവർക്കുള്ള പ്രൊട്ടക്ഷനാണ്. എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം. ചർച്ച വേണ്ട, ചർച്ച വേണം. പക്ഷേ ഈ ചീത വിദ്വാന്മാരുടെ പേര് പറയാൻ എന്താ അത്ര ബുദ്ധിമുട്ട്? ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണോ? ബഹുമാനിക്കാൻ ശീലിക്കും. അതായത് സ്ക്രീനിലൊക്കെ ജനങ്ങൾ ആരാധിക്കുന്ന ചില കഥാപാത്രങ്ങൾ സ്ക്രീനിൽ മാത്രമേ ആരാധിക്കാൻ കൊള്ളൂ. ഇത് എൻ്റെ ഏരിയ ആണ്, എനിക്കിവിടെ വേറെയും കളികളുണ്ട്. താൻ അതൊന്നും മനസ്സിലാക്കുക. സ്ക്രീനിന് താഴെ വന്നാൽ അവരെല്ലാം കശ്മലന്മാരാണ് എന്നുള്ള ആ സത്യം ഒന്ന് പുറത്തറിയണ്ടേ? ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും, ഇവിടെയുണ്ട്. അതാ ഈ അവതാരം. സിനിമയിൽ കാണുന്ന അതേ രൂപങ്ങളായിരിക്കും ശരിക്കുള്ള ഇവരുടെ സ്വഭാവം എന്നുള്ള ധാരണയാണ് ജനങ്ങൾക്കുള്ളത്. സിനിമയാണോ ജീവിതം? അല്ലാന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. തെറ്റ് ചെയ്തവരെ പുറത്ത് പറഞ്ഞില്ലെങ്കിൽ എല്ലാവരും അതേ രീതിയിൽ കണക്കാക്കും. എല്ലാവരും സംശയത്തിന്റെ നിഴലാവും. മാന്യന്മാർ പോലും സംശയത്തിന്റെ നിഴലാവും. നല്ല പാൽപ്പായസം ഉണ്ടാക്കിയിട്ട് അതിന്റെ അകത്തൊരു തുള്ളി മണ്ണെണ്ണയായി കഴിഞ്ഞാൽ കഴിഞ്ഞില്ല കഥ. അതാണ് ഇപ്പൊ എന്റെ അവസ്ഥ. അതുകൊണ്ട് ഈ തെറ്റ് ചെയ്ത ആളുകൾ മുറിയിൽ പോയിട്ട് തട്ടുന്ന വിദ്വാന്മാരാരാ? സാറല്ലേ സാർ ശരി സാറല്ലേ വാതിലോർക്കടി അച്ചോട്ടനാണ് കീലേരി. അവരുടെ പേരൊക്കെ പറഞ്ഞു കാണുമല്ലോ. അപ്പോൾ ആ റിപ്പോർട്ട് അത് പുറത്ത് പറയുന്നതിന് എന്താ അത്ര മടിയുടെ ആവശ്യം? എന്താ തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ. അങ്ങനെ അവർക്ക് എന്തെങ്കിലും മാനനഷ്ടം ഉണ്ടായാൽ അവർ കേസ് കൊടുക്കട്ടെ. അതിന് സർക്കാരിന് എന്താണ് ഇത്ര താല്പര്യം? എല്ലാം ശരിയായി വരാൻ കുറച്ച് സമയം പിടിക്കും. അല്ലെങ്കിലും പണക്കാരെയും ഫേമസ് ആയവരെയും ബഹുമാനിക്കാൻ ഈ മലയാളി കിഴങ്ങന്മാർക്ക് അറിയില്ലല്ലോ. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കുക, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? ശിവനേ.